ഹലോ ഗൈസ്, നമ്മൾ ഷിപ്പിൽ നിന്ന് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് ലീവിന് വരുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് ഷിപ്പിലേക്ക് എന്തെങ്കിലും ജോലികളുണ്ടോ, ഷിപ്പിൽ ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ, ജോലി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജോലി ഉണ്ടാകുക, എത്രത്തോളമായിരിക്കും നമ്മുടെ സാലറി ഉണ്ടാകുക, എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ പ്രൊമോഷൻ ഉണ്ടായിരിക്കുക, ഇങ്ങനെ പല ചോദ്യങ്ങളും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും മറുപടിയും പറയാറുണ്ട്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. എന്നാൽ എല്ലാവരിലേക്ക് എത്തും. പലർക്കും അറിയില്ല എന്താണ് മർച്ചന്റ് നേവി, പലർക്കും അറിയില്ല എന്തൊക്കെ ക്വാളിഫിക്കേഷനിലുള്ള ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടുന്നൊന്നും ആർക്കും അറിയില്ല. കുറെ പേർക്ക് അറിയാം, എന്നാൽ കുറെ പേർക്ക് ഇപ്പോഴും അറിയില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ട് പലരും ജോലി കിട്ടാണ്ട്, നല്ലൊരു ജോലി കിട്ടാണ്ട് ഷിപ്പിലേക്ക് കയറാൻ പറ്റാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 4-5 സെഷൻ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു ജോലി എന്ന് അറിയണ്ടേ. അപ്പോൾ ആ ജോലിയുടെ ഫീൽഡ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മർച്ചന്റ് നേവി എന്നുള്ളതാണ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾ മർച്ചന്റ് നേവിയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഷിപ്പിലുള്ള ഡ്യൂട്ടി എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത്. മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ കയറുന്ന ഒരാൾക്ക് എത്രത്തോളം ആയിരിക്കും ഷിപ്പിൽ സാലറി കിട്ടുക എന്നുള്ളതാണ്. നാലാമതായിട്ട് പറയാൻ പോകുന്നത് ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവർക്ക് ഫ്യൂച്ചറിലുള്ള പ്രൊമോഷൻസ് എന്നുള്ളതാണ്. പിന്നെ അവസാനമായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എന്നുള്ളതാണ് ലാസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് വാട്ട് ഈസ് മർച്ചന്റ് നേവി എന്നുള്ളതാണ്. അപ്പോൾ മർച്ചന്റ് നേവി എന്ന് പറയാന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയിൽ നിന്ന് മാറിയിട്ട്, ഇന്ത്യൻ നേവി എന്ന് പറയുന്ന സമയത്ത് ഫുള്ളി പ്യൂർലി ഡിഫൻസ് ആണ്. ഇപ്പോൾ മർച്ചന്റ് നേവി എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കടൽ മാർഗം, കപ്പൽ മാർഗം ഗൂഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് മർച്ചന്റ് നേവി എന്ന് പറയുന്നത്. അതായത് ഗൂഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ സാധനങ്ങളായിരിക്കാം, അതല്ല സർവീസസ് ആയിരിക്കാം, അതല്ല ട്രാൻസ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കരമാർഗം അല്ലാണ്ട് കടൽ മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് പറയുന്നതാണ് മർച്ചന്റ് നേവി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഡിഫൻസോ എന്താ പറയുക, ഡിഫൻസ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല. നമുക്ക് പ്യൂർലി ഈ ഗൂഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് മർച്ചന്റ് നേവി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷിപ്പിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വർക്കർ പോസ്റ്റിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ്, ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ വർക്ക് വരിക നോർമലുള്ള വർക്കർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ പെയിന്റിങ് അതുപോലുള്ള ഓപ്പറേഷണൽ വർക്കുകളായിരിക്കും വരുന്നുണ്ടായിരിക്കുക. എഞ്ചിൻ റൂം ആയാലും മെയിൻ്റനൻസ് വർക്കുകളായിരിക്കും വരുന്നുണ്ടാകുക. ഓരോ മെഷീനറിയുടെ മെയിൻ്റനൻസ് വർക്കുകൾ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരെ അസിസ്റ്റ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ളതായിരിക്കും. നമുക്കായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. മെയിൻ ഇപ്പോൾ എഞ്ചിനീയേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, അതുപോലെ ഡെക്കിലെ ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമുക്ക് അവിടെയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂർലി വർക്ക് ആയിരിക്കും നമ്മുടെ ഡ്യൂട്ടി അവിടെ ഉണ്ടായിരിക്കുക. വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ഇറങ്ങി വർക്ക് ചെയ്യേണ്ടി വരും, അല്ലാതെ ഓഫീസ് ജോബ് ആയിരിക്കില്ല നമുക്ക് അവിടെ ഉണ്ടായിരിക്കുക. ഇനി ഷിപ്പിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ച് കയറാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സാലറി കിട്ടും, അത് പലരും ചോദിക്കുന്നതാണ്. എല്ലാവർക്കും ഇപ്പോൾ സാലറി അറിഞ്ഞാൽ മതി. സാലറി അറിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഷിപ്പിലേക്ക് ജോലിക്ക് അവരെല്ലാവരും വരുന്നത്. അപ്പോൾ സാലറി എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കയറുന്ന ഒരാൾക്ക് ഏകദേശം സാലറി വരിക 1,50,000 മുതൽ, നമുക്ക് US ഡോളറിലാണ് വരിക സാലറി വരിക. എന്നാലും ഏകദേശം കൺവേർട്ട് ചെയ്യുമ്പോൾ 1,50,000 മുതൽ 3 ലക്ഷം വരെ, പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 3 ലക്ഷം വരെ സാലറി കിട്ടുമെന്നാണ് ഷിപ്പിൽ. ഇനി പ്രൊമോഷനെ കുറിച്ച് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കയറുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് എടുക്കാം. ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് റാങ്ക് അവിടെ വരിക ഡെക്ക് ട്രെയിനി സീമാൻ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ട്രെയിനി ആയിരിക്കും ഫസ്റ്റ് വരിക. അപ്പോൾ ട്രെയിനി ആയിട്ട് കയറുന്ന സമയത്ത് നമുക്കൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല. നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും ഡെക്ക് ട്രെയിനി സീമാൻ്റെ. അപ്പോൾ എല്ലാവരെയും അസിസ്റ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അത് മാത്രമായിരിക്കും. നമുക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം 60,000-70,000 രൂപയായിരിക്കും സ്റ്റാർട്ടിങ് സാലറി ഉണ്ടായിരിക്കും. ഇനി അതിന്ന് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റാങ്ക്, അതായത് 1-2 ഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ട് അടുത്ത റാങ്ക് എന്ന് പറയുന്നത് ഓർഡിനറി സീമാൻ എന്നായിരിക്കും. ഓർഡിനറി സീമാന് ഇതുമാതിരി ഡെക്കിലുള്ള വർക്കുകൾ തന്നെ ആയിരിക്കും. അവർക്ക് വരുന്ന സാലറി ഏകദേശം 90,000 മുതൽ 1 ലക്ഷം വരെ ആയിരിക്കും സാലറി വരിക.
ഇനി ഓർഡിനറി സീമാനിന് നമ്മൾ ഒരു ഷിപ്പോ 2 ഷിപ്പോ നന്നായി പെർഫോം ചെയ്തിട്ട് പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റാങ്ക് വരുന്നത് ഏബിൾ ബോഡീഡ് സീമാൻ AB എന്ന് പറയും. അപ്പോൾ ആ റാങ്കിലുള്ള സാലറി എന്ന് പറയുന്നത് ഏകദേശം 1,40,000 മുതൽ 1,80,000. അപ്പോൾ അതിൽ ഓവർ ടൈം സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും കൂട്ടാണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏബിൾ ബോഡിയുടെ സീമാൻ എന്നുള്ള ആ ഒരു റാങ്ക് കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് ആയി നമ്മൾ പ്രൊമോഷൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോസൺ എന്നുള്ള ഒരു റാങ്കിലേക്ക് എത്തും. ബോസൺ എന്നുള്ള റാങ്കിൽ ഏകദേശം 2,50,000 മുതൽ 3 ലക്ഷം വരെയാണ് അവർക്ക് സാലറി വരിക. ഇതെല്ലാം ഡെക്ക് ഡിപ്പാർട്ട്മെന്റിൽ. ഇനി എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്ന റാങ്ക് എന്ന് പറയുന്നത് എഞ്ചിൻ ട്രെയിനി സീമാൻ എന്നുള്ളൊരു പോസ്റ്റ് ആയിരിക്കും. സെയിം സാലറി തന്നെ അവിടെയും വരിക. ഏകദേശം 50,000 മുതൽ 60,000 വരെ ആയിരിക്കും സാലറി വരിക ഫസ്റ്റ് ഈ എഞ്ചിൻ ട്രെയിനി സീമാനിന്. ഇനി എഞ്ചിൻ ട്രെയിനി സീമാന് നിങ്ങൾ എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ട് നെക്സ്റ്റ് റാങ്ക് എന്ന് വരിക ട്രെയിനി ഓയിലർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ആയിരിക്കും. ഇനി ട്രെയിനി ഓയിലർ ആയിരിക്കുന്ന സമയത്ത് ഏകദേശം നിങ്ങളുടെ സാലറി വരിക ഏകദേശം 90,000 മുതൽ 1 ലക്ഷം വരെ ആയിരിക്കും. അതും USD-യിലായിരിക്കും നിങ്ങളുടെ സാലറി വരിക. പക്ഷെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എമൗണ്ട് വരിക. അപ്പോൾ നമ്മുടെ USD-യുടെ ഇന്ത്യൻ റുപ്പീസിലേക്കുള്ള കൺവേർഷൻ വാല്യൂ വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നല്ലാണ്ട് ഒരു ബേസിക് വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഓയിലറിനായിരിക്കും. അപ്പോൾ ഈ ട്രെയിനി ഓയിലറിന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഓയിലർ എന്നുള്ള പോസ്റ്റിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സാലറി ഏകദേശം 1,40,000 മുതൽ 1,50,000 വരെ ആയിരിക്കും നിങ്ങളുടെ സാലറി വരുന്നുണ്ടാവുക. ഇനി ഓയിലർ എന്നുള്ള പോസ്റ്റിൽ നിന്ന് നിങ്ങൾ ഫിറ്ററിന്റെ എന്താ പറയുക നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഫിറ്ററിന്റെ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. 3 months 6 months ഉള്ള ചിലപ്പോൾ 1 മാസത്തിനുള്ള കോഴ്സ് അടക്കമുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിറ്റർ എന്നുള്ള ഒരു പോസ്റ്റിൽ എഞ്ചിൻ റൂമിൽ വർക്ക് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം 2,40,000 മുതൽ 3 ലക്ഷം വരെ ആയിരിക്കും നിങ്ങളുടെ സാലറി വരുന്നുണ്ടായിരിക്കും. ഇപ്പം ഏകദേശം എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലായാലും ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലായാലും നിങ്ങളുടെ സാലറി വരുന്ന സെയിം ആയിരിക്കും. പക്ഷെ വർക്ക് ഡിഫറെന്റ് ആയിരിക്കും. എഞ്ചിൻ എന്ന് പറയുമ്പോൾ എഞ്ചിൻ റൂം മെഷീനറീസ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളായിരിക്കും. ഡെക്ക് എന്ന് പറയുമ്പോൾ പ്യൂർലി മെക്കാനിക്കൽ, ചിപ്പിങ്, പെയിന്റിങ് അങ്ങനെയുള്ള പിന്നെ ഷിപ്പ് പോർട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഷിപ്പിനെ പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂറിങ്, അതായത് കയറ് വെച്ച് കെട്ടി വെക്കുന്ന പരിപാടിയാണ്. അതിന് മൂറിങ് ഓപ്പറേഷൻ എന്ന് അറിയാം. അപ്പോൾ അങ്ങനെയായിരിക്കും ഡെക്കിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഡെക്കിലാണെന്നുണ്ടെങ്കിലുള്ള വർക്ക് ഉണ്ടാകും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ മെർച്ചന്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യുക? അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം GP റേറ്റിംഗ് എന്ന് പറഞ്ഞ 6 മാസത്തെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ 6 മാസത്തെ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കോളേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ കോളേജ് സെലക്ട് ചെയ്യുന്നതിന്റെ മുന്നേ സ്പോൺസർഷിപ്പ് എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല കമ്പനികളുടെ സ്പോൺസർഷിപ്പ് എക്സാം നിങ്ങൾ പോയിട്ട് എക്സാം ക്ലിയർ ആകണം, അവരുടെ ഇന്റർവ്യൂ ക്ലിയർ ആകണം. ഇനിയിപ്പോൾ സ്പോൺസർഷിപ്പ് ലെറ്റർ, അതേ സ്പോൺസർഷിപ്പ് എക്സാം എന്തിനു എഴുതുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്പോൺസർഷിപ്പ് എക്സാം എഴുതിയിട്ട് ക്ലിയർ ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫിസിക്കലി നിങ്ങളുടെ കമ്പനിയിലേക്ക് നിങ്ങൾ എടുത്തു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ അവരെന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ GP റേറ്റിംഗ് പഠിച്ചിട്ട് കംപ്ലീറ്റ് ആക്കി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയിലേക്ക് അവർ 100% അവരുടെ കമ്പനിയിലേക്ക് എടുത്തോളാം എന്ന് പറയും. ഇനി നിങ്ങളത് ഈ സ്പോൺസർഷിപ്പ് എക്സാം എഴുതാണ്ട് ഡയറക്ട്ലി പോയിട്ട് GP റേറ്റിംഗ് പഠിച്ചിറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പഠിച്ചിറങ്ങിയിട്ട് നിങ്ങൾ ഇതുപോലെ എന്താ പറയുക ഓരോ കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ മിക്ക കമ്പനികളും എടുക്കാറില്ല. അങ്ങനെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ നിങ്ങൾ റെസ്യൂമേ കൊടുത്താലോ മിക്ക കമ്പനികളും എടുക്കില്ല. പിന്നെ നിങ്ങൾ ഏജന്റ് വഴി 2 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം രൂപ കൊടുത്തിട്ട് ജോയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതും നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം പൈസ കൊടുത്തിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് അവർ ചിലപ്പോൾ മുങ്ങാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് വിശ്വസിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിന് പഠിക്കണം, ഷിപ്പിൽ കയറണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സ്പോൺസർഷിപ്പിന്റെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എക്സാം ക്ലിയർ ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ കിട്ടിയതിന് ശേഷം മാത്രം ഇതിന് GP റേറ്റിംഗ് എന്നുള്ള കോഴ്സ് പഠിക്കാൻ വേണ്ടി നിൽക്കുക. ഇനി എന്താ പറയുക, അതിൽ ചില കോളേജുകളുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഷിപ്പിംഗ് കമ്പനികൾ നടത്തുന്ന കോളേജുകളുണ്ട്. അവരുടെ കോളേജിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്താൽ അവർക്ക് എക്സാം അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾ എക്സാം എഴുതാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനിയിൽ തന്നെ കയറാനും പറ്റും. അങ്ങനെയുള്ള കോളേജുകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ GP റേറ്റിംഗ് എന്നുള്ള ഇപ്പോൾ നിങ്ങളെ സ്പോൺസർഷിപ്പ് എക്സാം എന്താ പറയുക കംപ്ലീറ്റ് ആയി ഇന്റർവ്യൂ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ പോയിട്ട് എന്താ പറയുക കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. 6 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങളെ ഇപ്പോൾ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ്ലി അവർ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യും, നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മുന്നേ പറഞ്ഞ ആ റാങ്കിലേക്കായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അവിടുന്ന് പ്രൊമോഷൻ കിട്ടി അങ്ങനെ കയറാൻ വേണ്ടി പറ്റും. പിന്നെ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, സ്വന്തമായിട്ട് ഷിപ്പിംഗ് കമ്പനികൾ നടത്തുന്ന കോളേജുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. കാരണം അവരുടെ കോളേജിൽ തന്നെ അവർക്ക് കൂടുതൽ ടൈം പീരീഡ്, അതായത് മിക്ക ടൈമിൽ എന്താ വെച്ചാൽ സ്പോൺസേർഡ് ആയ ആൾക്കാർക്കും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏകദേശം പഠിച്ചതിന് ശേഷം 4-5 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് നടത്തുന്ന, അതായത് കമ്പനികൾ സ്വന്തമായിട്ട് നടത്തുന്ന കോളേജുകളിലാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ലോണവാലയിലുള്ള ഗ്രേറ്റ് ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും അവിടെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു കോളേജിൽ. നല്ല ക്യാമ്പസാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ കോഴ്സിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4,80,000 മുതലാണ്. അവിടെ 5 ലക്ഷത്തിന്റെ ഉള്ളിലായിരിക്കും അവിടെ കോഴ്സ് ഫീ എന്ന് വരുന്നത്. അപ്പോൾ സ്പോൺസർഷിപ്പ് തരുന്ന കോളേജിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാകുക. 4,50,000 മുതൽ 5 ലക്ഷം വരെ ആയിരിക്കും നിങ്ങളുടെ കോഴ്സിന്റെ ഫീ ഉണ്ടാകുക. പക്ഷേ നിങ്ങൾ അതല്ലാണ്ട് ഇപ്പോൾ വേറെ സ്പോൺസർഷിപ്പ് തരാത്തൊരു കോളേജിൽ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2,50,000 മുതൽ 3 ലക്ഷം വരെ ആയിരിക്കും നിങ്ങളുടെ കോഴ്സിന്റെ ഫീ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പോൺസേർഡ് അല്ലാത്തൊരു കോളേജിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ പിന്നെ ഒരു ഷിപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെയും 2-3 ചിലപ്പോൾ 4-5 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കാണ്ടിരിക്കുക, സ്പോൺസർഷിപ്പ് തരുന്ന കോളേജിൽ മാത്രം പഠിക്കാൻ നോക്കുക. ഇപ്പോൾ അതല്ലാണ്ട് ഇപ്പോൾ സ്പോൺസർഷിപ്പ് തരാത്ത നല്ല കോളേജിൽ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ചെന്നൈയിലുള്ള HIMT, അവർ സ്പോൺസർഷിപ്പ് ഒന്നും തരില്ല. പ്ലേസ്മെന്റ് അവിടെ ഇന്റർവ്യൂവിനൊക്കെ വരും. നിങ്ങൾക്ക് ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്താൽ എന്താ പറയുക, നല്ല കമ്പനികളിൽ കിട്ടും. അതേമാതിരി ഗോവയിലുള്ള ന്യൂസി, അവിടെ ഇതുപോലെ നല്ല കമ്പനികളൊക്കെ ഇന്റർവ്യൂവിന് വരുന്നതാണ്. പിന്നെ തുളാനി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എന്താ പറയുക, നല്ല കോളേജ് നിങ്ങളുടെ അടുത്ത് ഏതാ നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ മെയിൻ നോക്കേണ്ടത് ഈ സ്പോൺസർഷിപ്പ് ലെറ്ററാണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് പിന്നെ ഒന്നും പേടിക്കണ്ടില്ല. ഡയറക്റ്റ്ലി നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരവരുടെ ഷിപ്പിംഗ് കമ്പനി ഏതാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷിപ്പിലേക്ക് അവർ കയറ്റുന്നതായിരിക്കും. അപ്പം ഇത്രത്തോളാണ് എങ്ങനെയാണ് നിങ്ങൾ 10ാം ക്ലാസ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം മുന്നേ പറഞ്ഞ എല്ലാതും, അതായത് നമ്മുടെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ അറിഞ്ഞു, എന്താണ് മർച്ചന്റ് നേവി എന്ന് നമ്മൾ അറിഞ്ഞു, എന്താണ് നമ്മുടെ വർക്ക് എന്ന് അറിഞ്ഞു, എന്താണ് നമ്മുടെ പ്രൊമോഷൻസ്, സാലറി സ്ട്രക്ചർ എല്ലാം നമ്മൾ അറിഞ്ഞു. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബാക്കി അടുത്ത സ്റ്റെപ്പായിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ള സംഭവത്തിലേക്ക് പോവുക. കാരണം ചാടി കയറി ഒന്നും ചെയ്യാണ്ടിരിക്കുക. സ്പോൺസർഷിപ്പ് ലെറ്റർ ഇല്ലാണ്ട് പഠിക്കാണ്ടിരിക്കുക. സ്പോൺസർഷിപ്പ് ലെറ്റർ ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നം എന്നുണ്ടെങ്കിൽ പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓരോ ഏജൻസീനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. പലരും നിങ്ങളെ പറ്റിക്കും, പലരും നിങ്ങളുടെ പൈസ എടുത്തുകൊണ്ട് പോവും, ജോലി തരില്ല. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇനി ജോലി തന്നാലും കൂടിയിട്ട് ചിലപ്പോൾ നല്ല ഷിപ്പായിരിക്കില്ല, നല്ല കമ്പനി ആയിരിക്കില്ല, ചിലപ്പോൾ നല്ല സാലറി ഉണ്ടായിരിക്കില്ല, പ്രൊമോഷൻ ഉണ്ടായിരിക്കില്ല, പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. സ്പോൺസർഷിപ്പ് ലെറ്റർ ഇല്ലാണ്ട് പഠിക്കാണ്ടേ ഇരിക്കുക. സ്പോൺസർഷിപ്പ് ലെറ്റർ കിട്ടിയാൽ മാത്രം GP റേറ്റിംഗ് എന്നുള്ള കോഴ്സ് എടുക്കുക. ഇനി നല്ല കോളേജിൽ ഇപ്പോൾ മുന്നേ പറഞ്ഞ മാതിരി എന്താ പറയുക, ഷിപ്പിംഗ് കമ്പനികൾ നടത്തുന്ന കോളേജിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് മാത്രം മതിയാവില്ല. അവർ ITI കോഴ്സും കൂടി പഠിക്കണം എന്ന് പറയും. അപ്പോൾ ITI എന്തിനാ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വർക്കർ പോസ്റ്റ് ആയതുകൊണ്ട് മിക്ക വർക്കിനും ഏകദേശം ഈ ITI നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അങ്ങനത്തെ വർക്കായിരിക്കും നിങ്ങൾ ഷിപ്പിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് പഠിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. 2 വർഷത്തെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ITI കംപ്ലീറ്റ് ചെയ്തിട്ട് വരാനാണ് ഇപ്പോൾ മിക്ക GP റേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറയുന്നത്. അത് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഷിപ്പിലുള്ള വർക്കുകൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്, അങ്ങനെയുള്ള വർക്കുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് GP റേറ്റിംഗ് എടുക്കണം എന്ന് ആലോചിക്കുന്ന ഒരാളാണ്, ഷിപ്പിൽ കയറണം എന്ന് ആലോചിക്കുന്ന ഒരാളാണ്, നല്ല സാലറിയിൽ വർക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇനിയിപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.